ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകുന്നേരമായി, നല്ല മഴയും മൂടിക്കെട്ടി അങ്ങനത്തെ ഒരു വെതറാണ്, അടിപൊളിയാണ് എന്തായാലും. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ചായ കുടിക്കാൻ പോകും. മഴയത്ത് ചായ കുടിക്കാൻ അടിപൊളിയാണല്ലോ, അതും ചായക്കടയിൽ പോയി കുടിക്കാൻ അടിപൊളിയാണല്ലോ. അപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പോൾ നമുക്കൊരു കുട്ടി ഈവനിങ് വ്ളോഗ് പോലെ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ മെയിൻ അജണ്ട എന്നുള്ളത് നമുക്ക് ചായ കുടിക്കണം. കൂട്ടത്തിൽ നമ്മൾ സപ്ലൈക്കോയിൽ ഒന്ന് കയറുന്നും കൂടി ഉണ്ട്, ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി ഒന്ന് റെഡി ആയാൽ മതി. റെഡി ആവുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഏതെങ്കിലും ലിപ്സ്റ്റിക് എടുത്തിട്ട് അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു സാധനം കൂടി വീഡിയോയിൽ കാണിച്ചു തരാട്ടോ. നല്ല അടിപൊളി, നല്ല നമ്മൾ ഈ പറയില്ലേ നല്ല പിടയ്ക്കണ കരിമീനൊക്കെ, അത് ലിറ്ററലി പിടയ്ക്കണ കരിമീൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വാങ്ങിയതല്ല, അച്ചാച്ചൻ്റെ മൂത്ത മൂക്കുണ്ട്, അതായത് അമ്മയാണ് ഏറ്റവും ചെറുത്, അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിക്ക് വേണ്ടിയിട്ട് കായംകുളത്താണ്, അവിടെ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാണ്. ജീവനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി കവർന്ന് എടുത്തിട്ട് ചട്ടിക്കകത്തിട്ടപ്പോൾ ഇതെല്ലാം കൂടി തെറിച്ച് പിടച്ച് താഴെ വീണ് മൊത്തം സീനായി. അപ്പം അത് ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. നല്ല നല്ല ഫ്രഷ് നല്ല പിടയ്ക്കുന്ന കരിമീനില്ലേ, അപ്പോൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു ആയുധം, നല്ലപോലെ ആയുധം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിദഗ്ധൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നായിരുന്നു തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പം എന്തായാലും റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഉണ്ടാക്കാൻ പോവായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിടയ്ക്കുന്ന കരിമീൻ. ഇത് ഞാൻ കവറിട്ട് കുലുക്കി പിടപ്പിക്കുക എന്നല്ല, ഇത് ശരിക്കും പിടച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ജീവനുള്ള ലൈവ് കരിമീനായിരുന്നേ. പിന്നെ ഇത് എൻ്റെ ഈ വോയിസ് ഓവർ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൽ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതും കേൾക്കുമായിരിക്കും, അതൊന്നും ഇഗ്നോർ ചെയ്യുക. പിന്നെ നമ്മളൊന്ന് ചക്ക വെട്ടിയ, നമ്മളല്ല ഞാൻ ഒറ്റ വെട്ടിന് തൊണ്ടൻ രണ്ട് ചക്ക വെട്ടി, ചക്ക ഇരുന്ന് കഴിക്കുക. നല്ല പഴുത്ത ചക്കയായിരുന്നു കഴിച്ചു, അടിപൊളി ചക്കയായിരുന്നു. നല്ല യമണ്ടൻ ചുളകൾ. ഞാൻ എപ്പോഴും ഉണ്ണി കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് അതാ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ മദർ നാറ്റിക്കുന്നെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. സപ്ലൈക്കോയിലും പോകണം. അച്ചാച്ചൻ നേരത്തെ ആ പിടച്ചോണ്ടിരുന്ന കരിമീനെ ഫ്രീസറിൽ വെച്ച് കൊന്ന് മറ്റും മകൾക്ക്, അതായത് മൂത്ത മോക്ക് വലിയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മൾ അങ്ങനെ അച്ചാച്ചനെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ടാണ് നമ്മൾ സപ്ലൈക്കോ പോയത്. മന്ത്ലി ഗ്രോസറി അങ്ങനെയല്ല, എന്തൊക്കെ തീർന്നിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കാനുള്ളൂ. ഞാൻ ഈ കാണിക്കാൻ പറഞ്ഞത് എന്താ അറിയോ, സൊസൈറ്റിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒരു 6, 7, 8 വയസ്സുള്ള സമയത്തൊക്കെയാണ് സൊസൈറ്റിയിൽ പോയി പാല് വാങ്ങിക്കൊണ്ടിരുന്നതും ആ ഒരു ഓർമ്മയുള്ളത്. അതിനുശേഷം അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാവരും പാക്കറ്റ് പാലല്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങളെ, നല്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതൊന്ന് കേട്ട് നോക്കണേ. നമ്മൾ എങ്ങോട്ടാ പോവാ? ചായ കുടിക്കാം. എവിടെയാ ചായ കുടിക്കാൻ പോകുന്നത്? ഇല്ല, എന്നാലും ഏകദേശം എവിടാണെന്ന് ഇന്ന് എനിക്കറിയാവുന്ന എന്തെങ്കിലും ഇതിന്റെ അടുത്ത് ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അവിടെ. ആക്ച്വലി ഇതായിരുന്നില്ല നമ്മുടെ ടോപ്പിക്ക്. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്ലൈക്കോ കാശും കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആവുമല്ലോ, ഞാനല്ലേ ഉണ്ടാക്കുന്നത്, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഗൈസ്. അങ്ങനെ എന്നെ കുറ്റം പറയുന്നത് കേൾക്കണ്ട. അങ്ങനെ നമ്മൾ ചായക്കടയിൽ വന്നതേ, നമ്മൾ വന്നപ്പം അവർ പഴമൊക്കെ മുറിച്ച് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പഴംപൊരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈവായിട്ട് നല്ല മുരുമുര പൊരിച്ച പഴംപൊരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ അതിന്റെ മൂട്ടിൽ തന്നെ കാവലിരിക്കുക. അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് ഉറങ്ങാൻ പറയുന്നത്. അവിടെ ഉറങ്ങാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങണം. അവിടെ 10-15 രൂപ. എന്നോട് ജോലിക്ക് പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഉറക്കം ശരിയാവുന്നില്ല, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചായയും പഴംപൊരിയും വന്നു. നല്ല ചൂട് ക്രിസ്പി പഴംപൊരിയും നല്ല ചായയും കൂടി നമ്മൾ അകത്താക്കി. ആൻഡ് ഇതെന്താ അറിയോ, ഞാൻ എപ്പോഴും ഉണ്ണി കഴിക്കുമ്പം അവനെ വീഡിയോ എടുക്കുന്നു, അവനെ സമാനത്തിൽ കഴിക്കാൻ വിടുന്നില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് എന്നോട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും 2 പഴംപൊരിയും ചായയും ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഇത് മായക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഈ വേഷം കെട്ട് പുള്ളിക്കാരിനെ പിടിച്ച് മുകളിലേക്ക് കയറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വേഷം കെട്ടാണ്. അത് കയറാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലേ. അവസാനം പഴംപൊരി കാണിച്ചിട്ടും മെനക്കെടുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് ടൈലാകുന്നുണ്ട്, സ്ലിപ്പായി പോകുന്നു. ഒന്ന് ബാക്കോട്ട് പോയി ഓടി വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അപ്പോൾ കയറാൻ പറ്റും. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിനെ തള്ളിക്കയറ്റി പുള്ളിക്കാരിക്ക് പഴംപൊരിയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ആൻഡ് അങ്ങനെ ഇരുന്ന് എൻ്റെ ഓഫ് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത ആഴ്ച അടുത്ത ഓഫും ആയിട്ട് വരാം. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.